ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ കുക്കമ്പറിൻ്റെ കൃഷിയാണ്. എനിക്ക് ഒരു 5 ഗ്രോ ബാഗ് ഉണ്ട്. 5 ഗ്രോ ബാഗത്തെ വിളവാണ് ഞാൻ അന്ന് കാണിക്കുന്നത്. അതും ഒരു മതിൽമൽ ഗ്രോ ബാഗ് വെച്ച് കാണാൻ കൃഷി. വേറെ സ്ഥല പരിമിതി ഉണ്ടായതുകൊണ്ട് 5 ഗ്രോ ബാഗിലെ വിളവാണ് ഈ കാണുന്നത്. കാരണം കുറേ വിളവെടുത്തു, ലാസ്റ്റാണ് സ്റ്റേജാണ്. നല്ല കായ്ച്ചു. ഗ്രോ ബാഗിലാണ് ഇപ്പോൾ ഇത് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലോണം വള്ളി വീശി നല്ല കായ്ച്ചു. ഗ്രോ ബാഗിലാണ് 4-5 ഗ്രോ ബാഗിലാണ് ഈ കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കുക്കമ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കൃഷി ചെയ്യുക. സ്ഥലമില്ലാത്തവർക്കും ഒരു ഗ്രോ ബാഗ് മതി. ഒരു വീട്ടിലേക്ക് ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്താൽ തന്നെ നല്ലോണം ഉണ്ടാവും കുക്കമ്പർ. ഈ വേനൽക്കാലത്ത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കുക്കമ്പർ. യാതൊരു കീടനാശിനിയും മടിക്കാതെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം വിട്ടുകൊണ്ടുള്ള കൃഷിയാണ് എൻ്റെ രീതി. ഈ ഗ്രോ ബാഗിൽ ഞാൻ ഒരു 6 പ്രാവശ്യം കൃഷി ചെയ്ത്. 2 പ്രാവശ്യം ചീര കൃഷി ചെയ്ത്, പിന്നെ 2 പ്രാവശ്യം വെണ്ട, പിന്നെ 2 പ്രാവശ്യം കുക്കമ്പർ. 6 പ്രാവശ്യം കൃഷി ചെയ്തൊരു ഗ്രോ ബാഗാണിത്. ഈ ഗ്രോ ബാഗിൽ എനിക്ക് ഒരു ഗ്രോ ബാഗ് എനിക്ക് 15 രൂപയാണ് ഒരു ഗ്രോ ബാഗിന് വില വന്നത്. അതിലെനിക്ക് നല്ലൊരു 15 രൂപ മുടക്കി എനിക്ക് നല്ലൊരു വരുമാനമാണ് ഇതിനുള്ളത്. ഈ 4 ഗ്രോ ബാഗിന് കിട്ടിയത്. നല്ലൊരു കുക്കമ്പറും ചീര, വെണ്ടക്ക എല്ലാം കൃഷി ചെയ്തു. നല്ല വിളവാണ് എനിക്ക് കിട്ടിയത്. കുക്കമ്പർ ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ. ഓക്കെ, നമസ്കാരം.